യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എൻ്റെ കോപത്തിൻ്റെ ദണ്ഡും രോക്ഷത്തിൻ്റെ വടിയുമായ അസ്രിയ അധർമ്മികളായ ജനതയ്ക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു. എൻ്റെ കോപത്തിന് പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളി പോലെ അവരെ ചവിട്ടി തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു. എന്നാൽ അവൻ്റെ ഉദ്ദേശം അതല്ല, അവൻ്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല. നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. അനേകം ജനതകളെ വിച്ഛേദിച്ചു കളയുകയാണ് അവൻ്റെ ഉദ്ദേശം. അവൻ പറയുന്നു, എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. കാരണം എനിക്കറിവുണ്ടായിരുന്നു, ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനത്തിലായിരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റൻ്റെ കരുത്തോടെ താഴെ ഇറക്കി. പക്ഷിക്കൂട്ടിൽ നിന്നെന്ന പോലെ എൻ്റെ കരം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി. ചിറകനക്കാനോ വായി തുറന്ന് ചിലയ്ക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വൻപ് പറയുമോ? അറുക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദണ്ഡ് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരത്തെ താങ്ങി ഉയർത്തുന്നവനെ പോലെയുമാണ് അത്. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗം അയക്കും. അവൻ്റെ കരുത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹശക്തി ജ്വലിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി.